ആദിപരാശക്തി മാതാ കീ ജയ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സൽപ്പേരുള്ള മനുഷ്യരൊത്തവിരതം കൂട്ടായി പുലർത്തിയിടുവാൻ അല്പം പോലും ഇവന്നു തദവസരം കിട്ടിയില്ല. കഷ്ടത്തിലായി കെൽപ്പേറുന്ന വിധിക്കു മുമ്പിൽ ഒരു നാൾ കൈകെട്ടി ധൈര്യത്തോടെ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക്, വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധം ഹരിശ്ചന്ദ്രചരിതം 12-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ അവലോകനം ചെയ്ത് വരുന്നു. രോഗപീഡിതനായിട്ടുള്ള അച്ഛനെ രോഗവിമുക്തിയാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്, അതിനുള്ള കാരണം താനാണെങ്കിൽ താൻ മൂലം അച്ഛൻ അസത്യനായിട്ട് ഭവിക്കരുത്, പീഡ അനുഭവിക്കരുത് എന്ന് തീരുമാനിച്ച രോഹിതൻ ഇതാ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെല്ലാനായിട്ട് പുറപ്പെടുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് ഒരു വിപ്രന്റെ വേഷം ധരിച്ചുകൊണ്ട് ഇന്ദ്രൻ അവിടെ വരുന്നതും രോഹിതന് ഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നതും. എന്താണ് ഇന്ദ്രൻ ഹിതമായിട്ടുള്ള കാര്യം രോഹിതന് പറഞ്ഞത് എന്നുള്ളതിനെ ആണ് അടുത്ത ഈ 13-ാമത്തെ ത്രയോദശോധ്യായം 13-ാമത്തെ അധ്യായത്തിലൂടെ തുടർന്നുകൊണ്ട് വ്യാസൻ പറഞ്ഞു വരുന്നത്. ശുനശേഭന്റെ കഥയെയാണ് ഇതിൽ വർണ്ണിച്ചു വരുന്നത്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും ഈ ശുനശേഭന്റെ കഥ വരുന്നുണ്ട്. നമുക്ക് ആ കഥയെ, ദേവി ഭാഗവതത്തിലുള്ള കഥയെ അനുസ്മരിച്ചു കൊണ്ടുപോകാം. വിപ്രന്റെ വേഷത്തിൽ വന്ന ഇന്ദ്രൻ പറയണു. ഇന്ദ്രൗവാച സാഹസം കൃതവാൻ രാജാ പൂർവം യൽ കഥിതോ മഖ വരുണായ പ്രതിജ്ഞാത പുത്രം കൃത്വാ പശും പ്രിയം. യാഗത്തിൽ തൻ്റെ പ്രിയപുത്രനെ ബലിയർപ്പിക്കാം എന്ന് തൻ്റെ അച്ഛനായിട്ടുള്ള രാജാവായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ വരുണനോട് പ്രതിജ്ഞ ചെയ്തത് വളരെ സാഹസമായി പോയി. നീ അവിടെ ചെന്നാൽ ദുഃഖാർത്ഥനായ നിന്റെ പിതാവ് നിന്നെ യജ്ഞപശുവായി യൂപത്തിൽ ബന്ധിച്ച് നിർദ്ദയം വധിക്കും. ദേവേന്ദ്രൻ ഇങ്ങനെ തടസ്സപ്പെടുത്തിയപ്പോഴ് രാജകുമാരൻ ചിത്സ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ മായയാൽ മോഹിതനായി വീണ്ടും ഇതാ അവിടെ തന്നെ കഴിഞ്ഞു. ഇന്ദ്രൻ്റെ വാക്കുകളെ കേട്ടപ്പോഴ് പോയാൽ തക്ഷണം താൻ വധിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും ആ ദേഹത്തോടുള്ള ആശാപാശം, ബന്ധം, സ്നേഹം ആത്മരക്ഷയ്ക്കായി, സ്വയം രക്ഷയ്ക്കായി വീണ്ടും ഇതാ കൊട്ടാരത്തിലേക്ക് പോകാതെ അവിടെ തന്നെ രോഹിതൻ കഴിഞ്ഞുകൂട്ടി. യഥാ പുനഃശ്രുത്വാ പിതരം രോഗപീഡിതം. പിതാവ് ഹരിശ്ചന്ദ്രൻ രോഗപീഡിതനാണ് എന്ന് വീണ്ടും വീണ്ടും പലരിൽ നിന്നും കേട്ട അവൻ അച്ഛനെ രക്ഷിക്കാനായി കൊട്ടാരത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴൊക്കെ ഈ ശക്രൻ അഥവാ ഇന്ദ്രൻ വന്ന് ഇങ്ങനെ ഓരോരോ വാക്കുകൾ പറഞ്ഞ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. രോഗപീഡിതത്തിൽ ദുഃഖാർത്ഥനായിരുന്ന ഹരിശ്ചന്ദ്രൻ ഒരിക്കൽ അടുത്തു നിൽക്കുന്നവനും ഗുരുഹിതൻ നോക്കുന്നവനുമായ വസിഷ്ഠനോട് ചോദിച്ചു. ദുഃഖാർത്ഥനും ഭീരുവുമായ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? മഹാരോഗവും ഭയം മൂലം ദുഃഖിക്കുന്നവനും മനസ്സ് തകർന്നവനുമായിട്ടുള്ള എന്നെ കുലഗുരുവായിട്ടുള്ള അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ഹരിശ്ചന്ദ്രൻ വസിഷ്ഠനോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയണത്.
ഹരിചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട വസിഷ്ഠൻ പറയണു, ശൃണുരാജന്നുപായോസ്തി രോഗനാശം പ്രതിസ്തുത ത്രയോദശവിധാ പുത്ര കഥിതാ ധർമ്മസംഗ്രഹേ. രാജാവെ കേൾക്കൂ, രോഗശാന്തിക്ക് ഉതകുന്നതായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉപായമുണ്ട്. പുത്രന്മാരെ ത്രയോദശവിധാ പുത്ര, 13 തരക്കാരുണ്ട് എന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാം വസിഷ്ഠൻ. 13 തരത്തിലുള്ള പുത്രന്മാരുണ്ട് എന്നാണ് ഇവിടെ പറയണത് ധർമ്മശാസ്ത്രപ്രകാരം. അതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു പുത്രനെ യജ്ഞപ്പശുവാക്കിക്കൊണ്ട് ഉത്തമമായ ആ യാഗം നടത്താം. ദ്രവ്യം നൽകിയ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ഉത്തമ ബ്രാഹ്മണൻ്റെ പുത്രനെ വാങ്ങിക്കൊടുത്ത് കൊണ്ടുവരണം. അങ്ങനെ യാഗം നടത്തി കഴിഞ്ഞാൽ ആ ധനം കൊടുത്ത് മേടിച്ച പുത്രനെ യാഗപ്പശുവാക്കിയിട്ട് യാഗം നടത്തിയാൽ അങ്ങയുടെ ഈ രോഗമില്ലാതെ കണ്ടാവും, വരുണന് ചെയ്ത പ്രതിജ്ഞ പൂർത്തിയാവും, വരുണനും അതുകൊണ്ട് പ്രസന്നനാവും, അങ്ങയുടെ രോഗശാന്തി കിട്ടും. മാത്രമല്ല അങ്ങയുടെ യഥാർത്ഥ പുത്രനായിട്ടുള്ള രോഹിതനും മരണപ്പെടില്ല. അപ്പം അതിനുള്ള ഉപായം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ബ്രാഹ്മണപുത്രനെ വില കൊടുത്ത് മേടിച്ച് ആ പുത്രനെ ഹോമിക്കുക, യാഗപ്പശുവാക്കി വരുണന് നൽകുക എന്ന്. ശാസ്ത്രങ്ങളിലെ പല മാർഗങ്ങളും പലതിനും കൂടി പറഞ്ഞിട്ടുണ്ട്. ആ മാർഗങ്ങളൊക്കെ എന്തിനാ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പല സമയത്ത് മറ്റ് മാർഗങ്ങളില്ലാതെ കണ്ട് വരുന്ന സമയത്ത് അത്തരം മാർഗങ്ങളെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന്, അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാം എന്നുള്ളതിനെ കണ്ടുകൊണ്ട് നമ്മുടെ ഋഷികൾ ശ്രുതി സ്മൃതി പുരാണങ്ങളിൽ അതിനുള്ള ഉപാധികളെ അവിടെ വെച്ചിട്ടുണ്ട്. 5 വിധത്തിലുള്ള സ്നാനങ്ങൾ, 5 വിധത്തിലുള്ള ശ്രാദ്ധങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. ഇതാ കയ്യിൽ കുറച്ച് ജലമെടുത്ത് ഗംഗയെയോ മറ്റ് പുണ്യനദികളെയോ സ്മരിച്ചുകൊണ്ട് ആ വെള്ളത്തിനെ നമ്മുടെ ശിരസിലും ശരീരത്തിലും പ്രോക്ഷണം ചെയ്താൽ സ്നാനം ചെയ്തതിൻ്റെ ഫലമായി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അങ്ങനെ സ്നാനം ചെയ്യണം ദിവസവും എന്നല്ല, അങ്ങനെ സ്നാനം ചെയ്താലും വിരോധമില്ല എന്നല്ല. നമുക്ക് ആരോഗ്യവും കഴിവും മറ്റുള്ളതും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ യഥാവിധി തന്നെ ആ സ്നാനാദി കർമ്മങ്ങൾ ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം, അത്തരത്തിലുള്ള സ്നാനം ചെയ്യാൻ പറ്റാത്തൊരവസരം ഉണ്ടാവാം. നല്ല പനിയാണ്, ശരീരത്തിന് സുഖമില്ലാതെ കിടക്കണു, അന്ന് അച്ഛൻ്റെ ശ്രാദ്ധം, അമ്മയുടെ ശ്രാദ്ധം, അല്ലെങ്കിൽ ഒരു ഏകാദശി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുണ്യദിനമാണ്, മനസ്സിന് ഒന്ന് കുളിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു മനസ്സിൽ നമുക്ക് തോന്നും. നല്ല പനിയുള്ള ആൾ എങ്ങനെയാ ചെന്ന് കുളിക്കുക? എണീക്കാൻ കഴിയാതെ കണ്ട് കിടക്കുന്ന സമയത്ത് അത് തരമല്ല. ഇപ്പം ആശുപത്രിയിൽ നമ്മൾ കിടക്കുകയാണെന്ന് അവരൊന്നും കുളിക്കാൻ അനുവദിക്കില്ല. അപ്പം എന്താ ചെയ്യുക? തൽക്കാലം ഇതേമാതിരി ആ ജലം എടുത്തൊന്ന് പ്രോക്ഷിക്കുക. ഗംഗ മുതലായിട്ടുള്ള തീർത്ഥനദികളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കുളിച്ചതിന് തുല്യമായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് 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 ഉപാധികൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പലതിനും പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ കാരാഗൃഹത്തിൽ ജനിച്ചപ്പോൾ ഉണ്ണി ജനിച്ചാലുടനെ ധാരാളം ഗോക്കളെയും ധനവും ധാന്യവും ഒക്കെ യഥാശക്തി ബ്രാഹ്മണർക്കും മഹാത്മാക്കൾക്കും ദാനം കൊടുക്കണമെന്നൊക്കെ നിയമമുണ്ട്. ഇപ്പോൾ കാരാഗൃഹത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല വസുദേവര്. മനസ്സുകൊണ്ട് 10,000 പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ചു എന്ന് പറയുന്നുണ്ട്. സങ്കല്പദാനം എന്ന് പറയും. നേരിട്ട് നിവൃത്തിയില്ല കൊടുക്കാനായിട്ട്, സങ്കല്പിച്ചു, സങ്കല്പദാനം. അതേമാതിരി
മറ്റുള്ള ഉപാധികളൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ നടത്തുന്ന മാനസപൂജ അല്ലേ, മറ്റുള്ള യാതൊരു വഴിയുമില്ല അപ്പം അങ്ങനെ ഒരു പൂജ നടത്താൻ എന്ന് പറഞ്ഞാൽ മാനസപൂജ. അങ്ങനെ പല വിധവും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ ഒരു ഉപാധിയാണ് ഇത്തരത്തിൽ മറ്റൊരു ബ്രാഹ്മണന് ധനം കൊടുത്ത് ആ ബ്രാഹ്മണന്റെ പുത്രനെ സ്വന്തമായിട്ട് മേടിച്ച്, ശുൽക്കം കൊടുത്ത് ഒരു പുത്രനെ മേടിച്ച് ആ പുത്രനെ സ്വന്തം പുത്രനാക്കിയിട്ട് യാഗപ്പശുവാക്കിയാൽ ഇതിൽ നിന്നും രക്ഷപ്പെടാം എന്ന് വസിഷ്ഠൻ ഉപദേശിച്ചു എന്ന് പറയുകയാണ്. ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ